അങ്ങനെ രാവിലെ 3 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പാല ഈരാറ്റുപേട്ട വഴി നമ്മൾ വാഗമണ്ണും കയറി കുമളി എത്തി കേട്ടോ. ഇപ്പോൾ ലോവർ ക്യാമ്പ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് കയറിയേക്കുവാണ്. അപ്പോൾ ഏകദേശം 120 കിലോമീറ്റർ റൈഡ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ദ ക്ലൗഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ ഹൈവേസ് മൗണ്ടൻസ് എന്ന സായിപ്പ് വിശേഷിപ്പിച്ച നമ്മുടെ സ്വന്തം മേഘമലയിലേക്കാണ്. അപ്പോൾ ദേ രാവിലത്തെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടോ, സൺറൈസ്. അപ്പം വെൽക്കം ടു അനദർ മോട്ടോ വ്ളോഗ്. അങ്ങനെ നമ്മൾ ലോവർ ക്യാമ്പ് കഴിഞ്ഞ് കമ്പം എത്തി കേട്ടോ. അപ്പം കമ്പം കഴിഞ്ഞ് സ്ട്രെയിറ്റ് ടു ചിന്നമന്നൂരാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ചിന്നമന്നൂരിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് മേഘമല റൂട്ടിൽ കയറുന്നത്. അപ്പോൾ ടോട്ടലി ഇവിടെ നിന്ന് ഒരു 50-55 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് റൂട്ടിലൂടെ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഒരു ഫോട്ടോ ഫ്രെയിമാട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫ്രെയിമാണ്. പക്ഷേ നമ്മളിവിടെയൊക്കെ നിർത്താൻ പോയാൽ നമുക്ക് അത്രയും കുറച്ച് സമയമാണ് മേഘമലയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നൊരു ശനിയാഴ്ചയാണ്. ഞാനും ഉണ്ട്, നമ്മുടെ അഖിലുമുണ്ട്. 2 ADV ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഒരു 1 ഡേ റൈഡായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് 3 മണിക്ക് ഇറങ്ങിയത്. അപ്പം മേഘമല ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ റൈഡിനുള്ള ലൊക്കേഷനേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ദിവസം സ്റ്റേ അടിക്കാം. ജസ്റ്റ് ആ ഒരു തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് ചിൽ ക്ലൈമറ്റിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം BSNL മാത്രമാണ് മേഘമലയിൽ റേഞ്ച് ഉള്ളൂ. പക്ഷേ അതും എല്ലാ സ്പോട്ടിലും റേഞ്ച് ഇല്ലതാണ്. പിന്നെ അതുപോലെ ഒരുപാട് സ്റ്റേസ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഗവൺമെൻറ് സ്റ്റേ ഒരെണ്ണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് പ്രൈവറ്റ് സ്റ്റേസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിവേ ഒരു ദിവസത്തെ കാഴ്ചകളെ അവിടെ ഉള്ളൂ. അപ്പം കാര്യം പറഞ്ഞാൽ നല്ല റോഡുകളൊക്കെയാണ്. പക്ഷേ ഇതുപോലെ ജംഗ്ഷനും അല്ലെങ്കിൽ താമസമുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് കെയർഫുള്ളായിട്ട് ഓടിക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടികളൊക്കെ, അതായത് പ്രത്യേകിച്ച് ബൈക്കുകളൊക്കെ ഇൻഡിക്കേറ്ററും ഇല്ലാണ്ട്, എന്താ പറയുന്നത്, ഒരു വാണിംഗും ഇല്ലാണ്ട് കേട്ടോ കയറി വരുന്നത്. അതായത് നേരെ ക്രോസ് കയറി വരുന്നതും അതുപോലെ ആൾക്കാർ വരെ നടന്ന് കയറുന്നുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ കൊള്ളാം. ഷെർലി ഫാൾസ് തേനി 29 കിലോമീറ്റർ. നമ്മൾ തേനിക്ക് പോകണില്ല. തേനി എത്തുന്നതിന് മുന്നേ ആണ് ചിന്നമന്നൂർ. അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുക്കുന്നത്. ദിണ്ടുഗൽ 103 കിലോമീറ്റർ ഒറ്റ മൈൻഡ്. നേരെ ദിണ്ടുഗൽ പോയി ബിരിയാണി കഴിച്ചാലോ. നമുക്ക് രാവിലെ എന്തെങ്കിലും വെജിറ്റേറിയൻ ഫുഡ് ഈ തമിഴ്നാട്ടിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും യൂഷ്വലി നമ്മൾ രാവിലെ ഇവിടുത്തെ ദോശ, ഇഡലി, പൂരിയൊക്കെ അവരുടെ ഒരു ചെറിയ ചട്നിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് ചായയും. അപ്പം ചിന്നമന്നൂരിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം മേഘമലയിലേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കടകളൊന്നുമില്ല കേട്ടോ. 1-2 ഷോപ്പുകളൊക്കെയാണ് ഉള്ളത് എന്നാണ് കേട്ടറിവ്. സോ യെസ്, അപ്പോൾ ചിന്നമന്നൂരെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു തമിഴ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് നേരെ നമ്മൾ മേഘമല കയറും. ഇവിടെ നിന്നാണ് റൈറ്റ് കാണിക്കുന്നത്. ഇവിടെ രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ലേ ഗൈസ്. അപ്പോൾ നല്ല ചൂട്
ഇഡ്ഡലി, സാമ്പാർ, 2 കൂട്ടം ചണ്ടി കേട്ടോ. ഒരു ചെറിയ കടലസവ. എങ്ങനെയുണ്ട് മുന്നേ? അങ്ങനത്തെ രാവിലെ നല്ല അടിപൊളി ഇഡ്ഡലിയും കറികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വിൻഡ് മിൽസ്. ആഹാ, അത് രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നിർത്തി ഒരു സ്നാപ്പ് എടുക്കണം ഗൈസ്. കൊള്ളാലേ? ഈ കാറ്റാടിപ്പാടങ്ങൾ എപ്പോൾ കണ്ടാലും ഒരു കൗതുകമാണ്. എന്താണെന്നറിയില്ല കേട്ടോ. അപ്പം ഈ സൈഡിലൊക്കെ കാറ്റുണ്ട്, ഇപ്പറേ സൈഡിൽ കാറ്റില്ല കേട്ടോ. അവിടെ നിന്നൊക്കെ കാറ്റാടി കറങ്ങണില്ല. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും കേട്ടോ. ചെറിയൊരു ഗ്രാമം കേട്ടോ. അപ്പം നമ്മൾ നേരെ കാണുന്ന ഒരു മല കണ്ടോ, അത് കയറിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് മേഘമലയ്ക്ക് പോകുന്നത് കേട്ടോ. ഹൈവേസ് 29 കിലോമീറ്റർ. അതായത് നമ്മളിപ്പം ഈ റൂട്ട് വരുമ്പോഴത്തേനും മേഘമല സെർച്ച് ചെയ്തിട്ട് വരരുത് ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്ങാണ്ടാട്ടോ ചെല്ലുന്നത്. നമ്മൾ ഹൈവേസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഹൈവേസ് ഡാമെന്നോ അല്ലെങ്കിൽ നേരെ ഹൈവേസ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് ഉടനെ എത്തും കേട്ടോ. അപ്പം മേഘമലയിലേക്ക് ശരിക്കും നമുക്ക് പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ ഡ്രോണൊന്നും കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഡ്രോണൊക്കെ കൊണ്ടുവന്നവരുടെ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഊരി വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഒരു ഫ്രണ്ട് പോയിട്ട് ഡ്രോണൊക്കെ ആയിട്ട് പോയായിരുന്നു. അപ്പോൾ അറിയില്ല. അപ്പോൾ ഓരോ സമയത്ത് ഓരോ രീതിയിലുള്ള ചെക്കിംഗ് ആണല്ലോ. ഇതിപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് വന്നിട്ട് തന്നെ അധികം വർഷമായില്ല, ഏകദേശം ഒരു 3-4 വർഷം മാക്സിമം ആയിട്ടുള്ളൂ. അതിന് മുന്നേ ആ ഒരു ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഈ മേഘമല എന്നൊക്കെ പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പം ഒരുപാട് ആളുകളൊന്നും അങ്ങോട്ട് പോകാത്തതുകൊണ്ടായിരുന്നായിരിക്കും നേരത്തെ ആ ഒരു ചെക്ക് പോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ചെക്ക് പോസ്റ്റ് വന്ന് പിന്നെ കുറച്ചൊരു നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങളോ അതുപോലെ മദ്യമോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടോയെന്ന്. മദ്യം അത് തന്നെ ലിക്കർ. നല്ല കാറ്റാട്ടോ, നല്ല അടിപൊളി കാറ്റ്. അതുകൊണ്ടാണല്ലോ ഇവിടെ വിൻഡ് മില്ലൊക്കെ വെച്ചേക്കുന്നത്. അങ്ങ് മേലെ വഴികൾ കാണുന്നില്ലേ, ഒരു ബസ്സൊക്കെ ഇറങ്ങി വരുന്ന കാണാം കേട്ടോ. അപ്പം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു മലയാണ് കയറി പോകേണ്ടത്. ഇങ്ങനെ ഹെയർ പിൻസൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ കിടപ്പുണ്ട് വഴി. കണ്ടോ മലയുടെ ബാക്കിൽ ക്ലൗഡ് കണ്ടോ, ക്ലൗഡ്. മേഘമലൈ. വാവ്, എന്താ രസം നോക്കിയേ, പൊളി. വെയിലൊക്കെയായി, പക്ഷേ ചെറിയ തണുപ്പ് ഇപ്പോഴും ഉണ്ട്. എന്താണേലും നമ്മൾ ഈ ഒരു മല കയറി അപ്പുറേ ചെല്ലുമ്പോഴത്തേനും ക്ലൈമറ്റ് മാറും എന്ന് പ്രതീക്ഷിക്കുന്നു, വെതർ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേഘമല ഹൈവേസ് ലേക്ക്. ഇവിടാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. നമ്മളെവിടെ വണ്ടി നിർത്തണം? ചെക്ക് പോസ്റ്റ് അപ്പുറം കേട്ടോ. ഇതെന്താണ്? ഇതെന്തോ ടെമ്പിളാട്ടോ. ഇതാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെക്കിങ്ങൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മേ ബി നമ്മളൊരു ഗ്യാങ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ചെക്കിങ് ഉണ്ടാകാമായിരിക്കും. അപ്പം നമ്മളിവിടെ ജസ്റ്റ് നമ്മുടെ വണ്ടി നമ്പർ കൊടുക്കുക, നമ്മുടെ പേരും ഡീറ്റെയിൽസും അതുപോലെ ഫോൺ നമ്പറും കൊടുത്ത് ജസ്റ്റ് സൈൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ പറയും. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആ ടോക്കൺ നമ്പർ പറയുകയും ചെയ്യണം അവിടെ. അപ്പം അത്രയേ ഉള്ളൂ അവിടുത്തെ ചെറിയ ഫോർമാലിറ്റീസ്. അപ്പോൾ ഗോയിങ് ടു മേഘമലൈ. ചെറിയ വഴികളൊക്കെ കേട്ടോ, പക്ഷേ ഭയങ്കര രസമാട്ടോ, നല്ല കാറ്റും
ഇതൊക്കെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ആട്ടോ. വേഴാമ്പലല്ലേ ഇത്? അപ്പം നമ്മൾ പോകുന്ന ഈ ഒരു മേഘമല ഫോറസ്റ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈൽഡ് ആനിമൽസ് ഉള്ളതാണ് കേട്ടോ. അതായത് ആന, കടുവ, പുലി, കരടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് കാട്ടുപോത്താണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയുന്നത്. എന്നാലും ഈ ഒരു വന്യജീവി ആക്രമണമൊന്നും അത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലതാണ്. എനിക്ക് തോന്നുന്നു അത്രയ്ക്കുള്ളൊരു ജനവാസമൊക്കെ ഉള്ളൊരു കേന്ദ്രമല്ല ഇത്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ തേയിലത്തോട്ടങ്ങളാട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, തൊഴിലാളികൾ, ജോലിക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഒരുപാട് ആക്രമണങ്ങളൊന്നും ഉണ്ടാവാത്തത്. ആ കാണുന്നതാണ് മേഘമലയുടെ മേഘങ്ങൾ. മേഘം മൂടുന്ന കാഴ്ചയാട്ടോ. എന്താ സ്പീഡ്! മിസ്റ്റ് ആട്ടോ ഗൈസ്, മിസ്റ്റ്. അതാണ് മേഘം, ഇത് കോടയാണേ. അപ്പോൾ ഓൺ ദ വേ ഇവിടെ ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട്. ഇതൊക്കെ വരുവാണെങ്കിൽ നേരത്തെ വിളിച്ചെന്തോ ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം കേട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ആളുണ്ടാവില്ല. അയ്യോ, അന്യ കാറ്റാട്ടോ. വണ്ടിയൊക്കെ പറന്നു പോട്ടെ. അയ്യോ, കണ്ണും കാണാൻ മേല. നമ്മൾ ഗോഗിൾസ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം കാറ്റടിച്ചിട്ടേ കാണാൻ പോലും പറ്റണില്ല. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് ഒരു സൈഡ് ഫുള്ള് തേയിലത്തോട്ടങ്ങളായിരിക്കും. മേഘമല എത്തുമ്പോഴത്തേനും നമുക്ക് രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ കാണാം. അപ്പോൾ മേഘമലയിൽ കൂടെ ഒരുപാട് റൈഡ് ചെയ്യാനുള്ള ദൂരമൊന്നുമില്ല കേട്ടോ. കുറച്ച് മേ ബി ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൂ. പക്ഷേ ആ ഉള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെയുള്ള ഒരു റോഡാട്ടോ. അപ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പും അപ്പോൾ ദേ അവിടെ കാണുന്നതാണ് ഇവിടുത്തെ ടൗൺ പഞ്ചായത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കുറച്ച് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ കാണാം കേട്ടോ. ഇവിടെ അത്യാവശ്യം ചായയും രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഫുഡ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോവാട്ടോ. അപ്പം ഇനി ഏകദേശം 10-12 കിലോമീറ്റർ പോകുമ്പോഴത്തേനും മഹാരാജ്യമേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തും. അവിടെയാണ് ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ മുമ്പേ കാണിച്ച ഒരു ഹോട്ടലിൽ നിന്നൊരു ചായയും ഒരു പീസ് കേക്കൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. സ്റ്റിൽ ചിൽ വെതറാണ് ഗൈസ്. This is the beauty of Meghamalai. ഈ റോഡുകളൊക്കെ കിടക്കണം നോക്കിയേ. അപ്പോൾ നമ്മൾ ഈ മേഘമലയിൽ വന്നിട്ട് ഈ ഒരു 10-12 കിലോമീറ്റർ നമുക്കിതിലെ റൈഡ് ചെയ്യാനുള്ളൂ. പക്ഷേ കുറച്ച് ദൂരമാണേലും
ഭയങ്കര ഒരു ഫീലാട്ടോ, ഭയങ്കര ആംബിയൻസ്. പറഞ്ഞ പോലെ ആ ഒരു വെതറിൻ്റെ ഒക്കെ ആയിരിക്കും കേട്ടോ, ഈ തണുപ്പും കോടയും കാറ്റും. നല്ല കാറ്റുണ്ട് കേട്ടോ, കാറ്റ് എപ്പോഴും ഉണ്ട്. അപ്പം ചെറിയ തണുപ്പാണേലും ഈ കാറ്റ് വീശുന്നതുകൊണ്ട് അത് നമുക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു ലൊക്കേഷനിലാണ് JBEAMൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പം JBEAM ഷൂട്ട് ചെയ്ത ഒരു പാലമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റിലേക്കുള്ള വഴിയാട്ടോ. അപ്പോൾ നമ്മുടെ വ്യൂ പോയിൻറ്റും ബ്രിഡ്ജൊക്കെ ഇതാണ് ഉണ്ടോ. താഴെ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഉണ്ടോ, അതൊക്കെ ഈ ഒരു തൊഴിലാളികളുടെ താമസങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടുത്തെ മെയിൻ വ്യവസായം അല്ലെങ്കിൽ ഒള്ളി വ്യവസായം എന്ന് വേണമെങ്കിൽ പറയാം തേയില കേട്ടോ. തേയിലത്തോട്ടങ്ങൾ. വ്യൂ പോയിൻറ്റ് 6 കിലോമീറ്റർ മഹാരാജ് മേട്ട്. ഇവിടെയൊക്കെ വെള്ളം കുറവാണ് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ തേയില വെട്ടിയെടുത്തിട്ട് നിൽക്കുന്ന കണ്ടോ, ഇലകൾ വെട്ടിയെടുത്തിട്ട് നിൽക്കുന്നതാണത്. ആ ഒരു ഷേപ്പിൽ നിൽക്കണ കണ്ടോ. അപ്പം പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ അനുമതിയില്ല, പ്രൈവറ്റ് റോഡാണ്, നോ എൻട്രി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ നാട് മാറി വന്ന് ഇടിമടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഈ പോരുന്ന ഈ ഒരു 12 കിലോമീറ്ററും ഇത് തന്നെയാണ് കേട്ടോ കാഴ്ചകൾ വരുന്നത്, തേയിലത്തോട്ടങ്ങൾ തന്നെ. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവരുടെ വീടുകളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ തേയില പറിച്ച് വെച്ചേക്കുന്നതാണേ. മേളിൽ നിന്ന് പറിച്ചിട്ട് താഴത്തേക്ക് ഇട്ടേക്കുന്ന കേട്ടോ. ഇടയ്ക്കോടെ ഇതുപോലെ ശാക്കുകൾ കാണാം. അത് എന്നിട്ട് ഇവർ വണ്ടിയിൽ വന്ന് എടുത്തോണ്ട് പോകും. പിക്ക് ആൻഡ് ഡ്രോപ്പ്. അപ്പോൾ അവിടെ ഒന്ന് രണ്ടല്ല കേട്ടോ, കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മേളിലേക്ക് കിടക്കുന്ന വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ? നമ്മൾ വണ്ടി അവിടെ വെച്ച് ആ മേളിൽ കണ്ട വഴിയെ കയറി വന്ന് ഇവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ്, ഫോറിനേഴ്സിന് 300 രൂപയോ അങ്ങനെ എന്താ കേട്ടോ. എന്നിട്ട് നടന്ന് മേളിലേക്ക് കയറുക കേട്ടോ. മേളിലാണ് വ്യൂ പോയിൻറ്റ്. ബട്ട് മേ ബി കോട കാരണം കാണണം എന്നുമില്ല. എനിവേ ലെറ്റ്സ് സീ. മഹാരാജ് മേട്ട് വ്യൂ പോയിൻറ്റിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി പോവാണ്. അപ്പോൾ ഈ ഒരു മേഘമലയിലേക്ക് വരുമ്പോഴത്തേനും ഉള്ളൊരു ലാസ്റ്റ് പോയിൻ്റ് ആട്ടോ ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കടത്തി വിടത്തില്ല, അതായത് വഴിയില്ല, അവിടെ തീരുവാന്നാണ് പറയുന്നത് നമ്മളോട് ഇത് ചോദിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ ഇനി റിട്ടേൺ പോവാം കേട്ടോ.
നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നിർത്തണം എന്ന് വിചാരിച്ച കുറച്ച് പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോണ വഴിക്ക് അവിടെയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പതിയെ തിരിച്ചു പോകാം. അപ്പോൾ സമയം 11 മണി ആകുന്നു. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടോ, പൊള്ളി പൊള്ളി. നിനക്ക് മേഘമലയെ പറ്റി എന്താണ് പറയാനുള്ളത്? മേഘമല മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒട്ടും തിരക്കില്ലാത്ത സ്ഥലമാണ്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് എന്താ പറയണ്ടേ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും.